നമുക്കെല്ലാവർക്കും വിശ്വാസമുള്ളവരാണ് അല്ലേ? കാര്യം വിശ്വാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം. അപ്പോൾ ചിലപ്പം പറയാറുണ്ട് വിശ്വാസം അതാണ് എല്ലാം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ വിശ്വസിക്കുക ഐശ്വര്യ റായ് എൻ്റെ ഭാര്യയെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ടായില്ലല്ലോ, അതല്ലല്ലോ എല്ലാം. അപ്പം വിശ്വാസങ്ങൾക്ക് പല വശങ്ങളുമുണ്ട്. പിന്നെ നമ്മൾ ഇന്നിപ്പോൾ എഴുന്നേറ്റ് ഇപ്പോൾ ഞാൻ ഈ മരത്തെ ചാരി നിൽക്കുന്നത് ഇവിടുന്ന് തലയെ കുത്തി വീടില്ലായിരിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. അത് വേറൊരു വിശ്വാസം. അപ്പോൾ വേറെ അന്ധവിശ്വാസം, അന്ധമായിട്ടുള്ള വിശ്വാസം അതൊന്നിനും ശരിയല്ല. ചിലപ്പോൾ ഇന്ന് നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ ചാകത്തില്ല എന്നുള്ള വിശ്വാസവും കൊള്ളൂല, അല്ലെങ്കിൽ ദൈവം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഓവറായിട്ടുള്ള വിശ്വാസവും. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ നമുക്കറിയാം എല്ലാ തലമുറയിലും ഉണ്ട് ബൈക്കൊക്കെ റോങ് സൈഡൊക്കെ 3 പേര് 4 പേരെയൊക്കെ ഇരുത്തിയിട്ട് ഒറ്റ പോക്ക്. അപ്പോൾ അവൻ്റെ ഒരു വിശ്വാസമാണ് അങ്ങനെയൊക്കെ പോയാലും തിരിച്ച് വീട്ടിലെത്താൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം. അതാണ് എല്ലാവരുടെയും ഓരോ സംഭവം. ഇവിടെ അമ്പലത്തിൽ പോയി ഞാൻ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പം ശിവക്ഷേത്രമാണ്. അപ്പോൾ കയറി വരുന്നിടത്ത് ഗണപതി ഒക്കെ ഉണ്ട്. ഇറങ്ങുമ്പോൾ ക്ഷേത്രം അടയ്ക്കാറായി, ശിവക്ഷേത്രം അടച്ച് നമ്മൾ ഇറങ്ങുമ്പോൾ ഒരാൾ പെട്ടെന്ന് വണ്ടി വിളി വന്നപ്പോഴത്തേക്കിന് ശിവൻ്റെ പ്രതിഷ്ഠ ഇരിക്കുന്നത് അടച്ചുപോയി. ഉടനെ പുള്ളി ഗണപതിയുടെ അടുത്ത് പിന്നെ പപ്പയോട് പറയണം കേട്ടോ, അങ്കിള് വന്നിട്ട് പോയെന്ന് കേട്ടോ എന്ന് പറഞ്ഞേക്കണേ എന്ന് പറഞ്ഞിട്ട് പുള്ളി പോകുന്നു. അങ്ങനെയൊക്കെ ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളാണേ. വിഷ്ണു, ഈ തായത്ത് കണ്ടോ? ഇവരുടെ തമ്പുരാനാക്കി എനിക്ക് ഇവരെ കെട്ടി തന്നിരിക്കുന്ന തായത്താണിത്. അതായത് അണ്ണന്റെ അച്ഛനപ്പന്മാരുടെ കാലം മുതൽ പാരമ്പര്യമായിട്ട് കൈമാറി വരുന്ന ഒരു പദവിയാണത്. അതുകൊണ്ട് ഈ തറവാട്ടിൽ വിവാഹം നടന്നാൽ ഇവരുടെ ആചാരപ്രകാരം ചില കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കാനുണ്ട്. ചെയ്തോളൂ മൂപ്പ. தம்பரா நாகராஜா, இந்த பொண்ணு மேல இருக்கிற பேயெல்லாம் இதை ஒரே அடியால தீர்த்திரு நாகராஜா. நீங்க உங்க வேலையை இந்த வடியாலே ஒரு அடி மொல்லமா அடிச்ச போறோம். எப்படி மொல்லமா? ஐயோ, இது மொல்லமா அடிச்சா இது போகாது. கை நட்டு கையை நீட்டு. போதுமா போதும். இனி இதுപോലെ രസമുള്ള ആചാരം വല്ലതും ഉണ്ടോ? അടിക്കോ തൊഴിക്കോ? அழிக்கக்கூடாது. வைகுந்தேரம் நம்ம கோயிலுக்கு வந்து தான் அழிக்கணும். வைகுந்தேரம் கோயில பாப்போம். வரே தம்பரா. പണ്ടൊരിക്കൽ ഞങ്ങൾ നാട്ടിൽ നിന്ന് കൂട്ടുകാരെല്ലാം കൂടെ ശബരിമലയ്ക്ക് പോയി. ഇപ്പം ശബരിമല എന്ന് പറയുമ്പം വലിയ ഒരു സംഭവമാണ് അല്ലേ? അയ്യപ്പം ഭയങ്കര ഫേമസായി. അയ്യപ്പം ഭയങ്കര സൂപ്പർ സ്റ്റാർ, മമ്മൂട്ടി മോഹൻലാലിനെയൊക്കെ കടത്തി വെട്ടി നമ്മുടെ മലയാളത്തിലെ സൂപ്പർ സ്റ്റാറാണ് അല്ലേ? ലോകം മൊത്തം അറിയുന്ന മലയാള സൂപ്പർ സ്റ്റാറാണ് നമ്മുടെ അയ്യൻ. അപ്പോൾ ഈ ശബരിമലയിൽ ഒരിക്കൽ ഞങ്ങൾ പോയി. അപ്പോൾ നമ്മളെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ മനസ്സൊക്കെ നന്നായിരിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടേ ഉള്ളൂ അന്നത്തെ നമ്മുടെയൊക്കെ എല്ലാവരുടെയും ചിന്ത. ശബരിമല പോയപ്പോൾ ഇങ്ങനെ ഇതുപോലെ അതല്ലേ മരങ്ങൾ കയറി പോവുക, വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പം എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവനവിടെ ഒരു വള്ളി ഇങ്ങനെ കിടക്കുന്നത് ചുമ്മാ ഇങ്ങനെ ആ വള്ളിയെ കയറി ആടി ഒരൊറ്റ പോക്ക് അവിടെ പോയിട്ട് തിരിച്ചിങ്ങി വന്നു. പിന്നെ അവൻ പറയാ പിന്നെ എല്ലാ വർഷവും അതൊരു ആചാരമായിരുന്നു. പുറകെ ആരാണ്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇപ്പം ഇവരിതേലും ആടി ഇങ്ങനെ അവിടെ പോയപ്പോൾ ഇവിടെ വന്നാൽ ഇങ്ങനെ വേണം എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞിട്ട് ആടിപ്പോകുന്നു. അവൻ പറഞ്ഞുണ്ടാക്കിയ താമസമാണ്. പക്ഷേ ഞാൻ നേരിട്ട് അനുഭവിച്ച ഒരു രസമുണ്ട്. തിരുനാവായ ക്ഷേത്രത്തിൽ ഒരിക്കൽ ഞങ്ങൾ പോയി ബലിയിടാൻ അവിടെ പോയി നിന്ന് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ അച്ഛനും അമ്മയ്ക്കൊക്കെ ബലിയിട്ട് കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ എഴുന്നേറ്റപ്പം പെട്ടെന്ന് മനസ്സിലിങ്ങനെ അവരെ ഓർമ്മ വന്നു. അപ്പോൾ ഞാനിങ്ങനെ അവിടുന്ന് കർമ്മം കഴിഞ്ഞ് അവിടെ കർമ്മം ചെയ്യുന്ന വലിയ രസമാണ്. ഇപ്പോൾ പിന്നെ എള്ള് പൂവ് ചന്ത എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വലിയ ഭക്തിയോടെ ഇരിക്കുന്നു. അവിടെ ഇരുന്ന് നടയൊക്കെ ഒത്തിരി പേര് നിരന്നിരിക്കില്ല. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇമ്മ കണ്ണ് തുറന്ന് നോക്കുമ്പോഴത്തേക്കിന് മറ്റേ പുള്ളി കാശ് എണ്ണീട്ട് ഒരിടത്ത് പൂവെടുക്കുക, ഇച്ചിരി വെള്ളം കൊടുക്കുക, പൂവെടുത്തിട്ട് മഞ്ഞൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ പുള്ളി വെറുതെ നിന്നിങ്ങനെ പറയാം. ബാക്കിയുള്ളവരെല്ലാം പൂവെടുക്കില്ല. ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ പുള്ളി ഇത് എണ്ണുന്നതിൻ്റെ ഇടയ്ക്ക് പുള്ളി ഇമ്മ ഡബ് ചെയ്ത് വിടുക. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ചുമ്മാ ഇങ്ങനെ എഴുന്നേറ്റിട്ട് വെറുതെ ഇങ്ങനെ നമ്മൾ സാധാരണ അല്ല അതുപോലെ എവിടെ ഒന്നും നോക്കില്ല. ഞാൻ ഇടത്തേക്ക് നോക്കി ഇച്ചിരി നേരം ഇങ്ങനെ നിന്ന് പോയി. അച്ഛനമ്മയൊക്കെ ഒന്ന് ഓർത്ത് പോയി ഇങ്ങനെയാണ്. എന്നിട്ട് പയ്യെ റിലാക്സ് ചെയ്ത് തിരിഞ്ഞു നോക്കും. ഒരു 4-5 പേര് വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് നോക്കി കൈയും തൊഴിൽ നിൽക്കുന്നു. ശരിക്കും ഞാൻ അനുഭവിച്ച ഞാൻ അപ്പോൾ അവിടോട്ട് നോക്കിയപ്പോൾ എന്നാ പറയുക, സ്ത്രീകൾ എഴുതി വെച്ചിരിക്കുന്നു മൂത്രപ്പുര അതിൻ്റെ അപ്പുറം അവിടെ നോക്കി നിൽക്കുക. അപ്പോൾ അങ്ങനെയാണ് ചില വിശ്വാസങ്ങൾ എന്ന് പറയുന്നത്. பட்டருது பட்டி பட்டருது
എന്ത് വേണമെങ്കിലും കോംപ്രമൈസ് ചെയ്യാം. കിട്ടിയ ചോര വരും. ഓടി വരണേ. അയ്യോ 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 കൊല്ലണ്ടേ. അയ്യോ പെട്ടെന്ന് പൊറിയും. പട്ടിയായിരുന്നു. അയ്യേ വെറുതെ പേടിച്ച്. ഒരു പട്ടിപിടുത്തക്കാരനെ കൊണ്ടുവരണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഈ പണ്ടാരം പിടിച്ച പട്ടിക്കാരനെ ഈ കുളത്തിൽ ചാടാനേ എനിക്ക് നേരെ ഉള്ളൂ. അതെനിക്കറിയായിരുന്നു. ആ അതല്ലേ വെളിച്ചപ്പാടിനെ കല്യാണം വിളിക്കാൻ ഞാൻ ഇവിടെ തന്നെ കാത്തിരുന്നത്. ഇങ്ങോട്ട് കേറി വാ, കല്യാണക്കുറി തരാം. ഇപ്പൊ ഒന്നാ ശരിയാകത്തില്ല. ആ നായിന്റെ മോൻ ഈ പരിസരത്ത് എന്നെ കാണും. ആണോ? ആ വഴിയുണ്ട് വെളിച്ചപ്പാടേ. എന്നാ, ഈ പാർസല് ഒന്നങ്ങാട് എത്തിച്ചേരി. ചെല്ലി ചെല്ലി. എന്നാടോ കല്യാണം? അതൊക്കെ അതിൽ അച്ചടിച്ചിട്ടുണ്ട്. എടുത്തു. അല്ല വെളിച്ചപ്പാടെ, വെളിച്ചപ്പാടിനെ മാത്രം ഈ പട്ടിയിട്ട് ഓടിക്കുന്നെന്താ? അത് പിന്നെ പട്ടി പിശാചല്ലിയോ? ഭഗവതിയെ കണ്ട ഓടിക്കും. ഈ നാട്ടില് വേറെ പട്ടിയുണ്ടല്ല. പക്ഷെ പഞ്ചവർണ്ണത്തിന്റെ പട്ടി മാത്രം ഭഗവതി ഓടിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. അത് നമ്മുടെ പഞ്ചവർണ്ണത്തിന്റെ പട്ടിയാണോ? ആണോ വെളിച്ചപ്പാടെ? ആണോ വെളിച്ചപ്പാടെ? അതെ അതെ, വെളിച്ചപ്പാട് മുങ്ങി എന്റെ കുറി. വിശ്വാസങ്ങളുടെ കാര്യങ്ങൾ ഇതുപോലെ അത് ഒത്തിരി പേര് അല്ലേ നമ്മളെ പറ്റിക്കുകയും ചെയ്യും, ചൂഷണം ചെയ്യും. ഇത്തിരി ബുദ്ധി ഉണ്ടായാൽ മതി. ബുദ്ധിയല്ല ബുദ്ധി. ഇത്ര ബുദ്ധി ഉണ്ടെങ്കിൽ നമുക്കും പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റും. അതൊന്ന് നോക്കി കറങ്ങിയെടുത്ത് അടുത്ത വെള്ളിയാഴ്ച മുതൽ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഓരോരുത്തരൊക്കെ വിശ്വസിച്ച് പോകും. ഞാൻ അപ്പോൾ ഈ നമ്മൾ വീട്ടുകാർ ഓരോരുത്തർ പറഞ്ഞിട്ട് ഓരോരുത്തരടുത്ത് പോകും. ഈയിടെ ദൂരെ വയനാടോ അവിടെ എവിടെ ഒരു സ്ഥലം ഓർക്കല്ല, അവിടെ പോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ പ്രസാദം അവിടെ കൊണ്ട് കൊടുക്കുന്ന സാധനം എന്നാണെന്നറിയാം? ഫുള്ള് അതിങ്ങനെ ഓരോരുത്തർ കൊണ്ട് കൊടുക്കുക. ഈ പുള്ളി ഒരു സാധനത്തിൽ ഒക്കെ പ്രാർത്ഥിച്ചിട്ട് ഓരോ ഫുള്ള് പൊട്ടിച്ച് വിഷമം തോന്നിപ്പോയി. ഫുള്ള് പൊട്ടിക്കുക, അവിടെ മറ്റേ ഇതിൽ ഒരു കല്ലുണ്ട് അതിൽ ഒഴിക്കുക, അതിങ്ങനെ ഒഴുകിപ്പോവും. എന്നിട്ട് താഴെ വേറെ പാത്രമൊക്കെ ഉണ്ട്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കോക്ടെയിലാണ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് മിക്സ് ആകുന്നത്. ഇത് രസമല്ല. എന്നിട്ട് ഈ പറയുന്നത് പോലെ തന്നെ ഞാൻ എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ സിറ്റുവേഷൻ ഇങ്ങനെ ഒരു കണ്ണ് തുറന്ന് നോക്കും, ഒരുപാട് കാര്യങ്ങൾ പറയാം. ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കും. എല്ലാവരും പുള്ളി അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പുള്ളി വിളിച്ച് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ മദ്യം ഈ അവിടെ നിന്ന് വരുന്ന എടുത്തിട്ട് പുള്ളി ഇങ്ങനെ തളിക്കുക മുമ്പ് ഇരിക്കുന്നവരുടെയൊക്കെ മുഖത്തേക്ക്. അപ്പം ഞാൻ ഇങ്ങനെ നിന്ന് ഒരു കണ്ണ് തുറന്ന് ഇങ്ങനെ നോക്കി. അപ്പം എൻ്റെ മുഖത്തൊക്കെ 1-2 തുള്ളി വന്ന് വീണ്. അത് കഴിഞ്ഞ് അങ്ങോട്ട് അപ്പുറത്തെ ഒരു ചേട്ടൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരു തുള്ളി ഇവിടെ വന്ന് വീണ്. പുള്ളി എന്താ പുള്ളി മട്ടത്തിൽ ഒരൊറ്റ എടുക്കാൻ വരുന്നു. ചിരിക്കാൻ പറ്റുമോ? എല്ലാവരും ഭക്തി നിർഭരമായിട്ട് നിൽക്കുകയല്ലേ. ഇത്തരം ഒരുപാട് സംഭവങ്ങൾ, ചിരിക്കാനുള്ള ഒരുപാട് സംഭവങ്ങളാണ് ഈ വിശ്വാസം കൂടിക്കഴിഞ്ഞാൽ. இந்த கற்பூரம் கையில வச்சு கத்திக்கணும். அப்புறம் இந்த அம்மா உங்க கால விழுந்து இழிச்சாலே എങ്ങൾക്ക് നീങ്ക കല്യാണം കഴിച്ച മാതിരി. കയ്യിൽ വെച്ച ഇത് പൊള്ളൂല്ലേ? ആടെ വീട് എഴുന്നേറ്റ് ഉടനെ കളയാമല്ലോ. എനിക്ക് വയ്യ. നിർബന്ധം പിടിക്കக்கூடாது. இந்த அம்மா എഴുന്നേറ്റதுக்கு அப்புறம் தான் கிளப்பணும். മതി 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 എനിക്കപ്പ എനിക്ക് അയ്യോ എനിക്ക് എനിക്ക് മതി. അപ്പോൾ ഇതാണ് വിശ്വാസങ്ങളുടെയൊക്കെ കാര്യങ്ങൾ. ഒരുപാട് ചിരിക്കാനുണ്ട്, പക്ഷേ ചിരിയൊക്കെ മാറാൻ പോവുകയാണ്. സംഭവത്തിൻ്റെ രൂപം മാറി, ഭാവം മാറി, ആകെ മൊത്തം മാറി. സെയിൻ കോൺട്രാ. ടെക്നോളജി ഒരുപാട് ഉയർന്നു. ടെക്നോളജി വളരുന്നത് നല്ലതാണ്, അതിനകത്ത് യാതൊരു സംശയവുമില്ല എപ്പോഴും. എന്നാലും ചില അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾ മറക്കാൻ പാടില്ല എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണം എല്ലാവരും പറയുന്നുണ്ട് ATM അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഓരോ സംഭവങ്ങൾ. ക്യാഷ് അങ്ങോട്ട് കാലം മാറി. നേരാണ്. പണ്ട് ഇത്ര കാശെടുക്കണേ, ബാങ്കിൽ പോകണം, ചെക്ക് കൊടുക്കണം, ക്യൂ നിൽക്കണം, ടോക്കൺ എടുക്കണം, പിന്നെ ബാങ്കുകാരുടെ ജാട അനുഭവിക്കണം, പിന്നെ ഒപ്പിടുക ഇങ്ങനെയൊക്കെ നോക്കി. ഇതൊക്കെ ഇപ്പോൾ അതൊന്നുമില്ല. പോയി കയറ്റി അടിച്ച് ഇറങ്ങി സാധനം കൊണ്ട് പോവാം. പക്ഷേ വേറൊരു സത്യമുണ്ട്, അക്കൗണ്ടിൽ കാശ് വേണം. അത് പഴയ പോലെ തന്നെയാണ്.
നമ്മുടെ അക്കൗണ്ട് നമുക്ക് പണിയും വേണം, എന്തെങ്കിലും ജോലി വേണം, ശമ്പളം കിട്ടണം, അത് വാങ്ങിക്കൊണ്ടിടണം. അപ്പോൾ അടിസ്ഥാനം മാറുന്നില്ല എന്നുള്ളതാണ്. എപ്പോഴും ടെക്നോളജി വളരുന്നത് നല്ലതാണ്. അടിത്തറ നമ്മൾ മറക്കാൻ പാടില്ല. ATM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കയറി ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. ചിലപ്പോൾ ഒന്ന് ഇന്നത്തെ ചൂട് കാലത്ത് ഇടയ്ക്കൊന്ന് കയറി നിൽക്കാനും പറ്റിയാണ്. കാർഡ് പോലും ഇല്ലെങ്കിലും, കൈ കാശും ഇല്ല, 50 പൈസ ഇല്ലെങ്കിലും കയറി ഒന്ന് നിന്ന് തണുപ്പിച്ചേച്ചൊക്കെ പോരാം. അങ്ങനത്തെയൊക്കെയുള്ള സെറ്റപ്പ് ഉണ്ട്, എല്ലായിടത്തും ഉണ്ട് ATM. ഈ ATMൻ്റെ ഫുൾ ഫോം എന്താണെന്ന് എത്ര പേർക്കറിയാം? നിങ്ങൾക്കറിയാമെന്നറിയാം. മിണ്ടരുത്, അടി മിണ്ടിപ്പോര്. നമ്മൾ കുറേ പേരോട് ചോദിക്കാം. ഐശ്വര്യമായിട്ട് ATM നിന്ന് ഇറങ്ങി വരിക. പുള്ളിയോട് ചോദിച്ചിട്ട് ഇങ്ങനെ അല്ല, അവൻ ആലോചിച്ച് ശരിക്ക് പറഞ്ഞേ, കൂടെ നിന്നവൻ തെറ്റിച്ച്. എനി ടൈം മണി എന്ന് പറഞ്ഞ് കൂടെ ഉള്ളവൻ തെറ്റിച്ച്. ഇതാണ് ഈ കൂടെ ഉള്ളവന്മാരാണ് ഈ ചിലപ്പോൾ മിക്കവാറും നമ്മളെ വഴി തെറ്റിക്കുന്നത് അല്ലേ. അപ്പോൾ ഇനിയുണ്ട് ആൾക്കാർ. നോക്കാം, കാണാം, മുമ്പോട്ട് പോകാം. സംഭവം നല്ല ഗെറ്റപ്പൊക്കെ കേട്ടോ സംഭവിച്ചു. അൾട്ടർനേറ്റീവ് ട്രെയിലർ മെഷീൻ എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത്. എന്തായാലും പുള്ളി അത്രയും ഒപ്പിച്ചല്ലോ. പുള്ളി ഇനി ഒരു ട്രെയിലറോ വല്ലതും ആണോ? തമിഴാണെന്ന്. തമിഴിൽ ATM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരേ ഭാഷ തന്നെയാണല്ലോ. ATM എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉങ്ക തമിഴാണെന്ന്. തമിഴ് അടിച്ച് പെറിഞ്ച് എന്ന് പറയുന്നത് പോലെ. തമിഴായതുകൊണ്ട് എന്താ എൻ്റെ ചേച്ചി കുഴപ്പം? തമിഴ്നാട്ടിലെ ATMൻ്റെ ഫുൾ ഫോം ഇവിടുത്തെ കേരളത്തിലെ ATMൻ്റെ ഫുൾ ഫോം തന്നെയാണ്, മാറ്റമൊന്നുമില്ല. സെക്യൂരിറ്റിയാണ് ഫുൾ ഫോം എന്താണെന്ന് അറിയില്ല. ATMൽ ഇങ്ങനെ സെക്യൂരിറ്റി ഇരിക്കാന്ന് മാത്രമേ ഉള്ളൂ, അതിൻ്റെ ആയിട്ട് ഫുൾ ഫോം അറിയില്ല. ആണ്ടാ സെക്യൂരിറ്റി ചേട്ടനാ പുള്ളി അതിന് കാവലിൽ നിൽക്കുന്നത്. പുള്ളി പറഞ്ഞതിലും കാര്യമുണ്ട്. അപ്പം തിന്നാൽ പോരെ, കുഴി എണ്ണേണ്ട കാര്യമുണ്ടോ? സെക്യൂരിറ്റി ആയിട്ട് നിന്നാൽ പോരെ, ATMൻ്റെ ഫുൾ ഫോം അറിയേണ്ട കാര്യമുണ്ടോ? ഇല്ല. എനി ടൈം ടെല്ലർ മെഷീൻ ഏകദേശമൊക്കെ അടുത്തൂടെ വന്ന് പോകുന്നുണ്ട്. ശരിയാണെന്ന് തോന്നുന്നു അല്ലേ? ഇനിയും പോകാം, സമയമുണ്ട്. എനി ടൈം മണി യോ എന്തൊരു ചിരിയോടെയാ പറഞ്ഞത് എനി ടൈം മണിന്ന്. ഞാൻ നുള്ളു വെച്ചായിരുന്നു ഞാൻ. എന്നിട്ട് അടുത്ത് നിൽക്കുന്ന പയ്യനോട് ചോദിച്ചു. അവൻ ഏകദേശം ഒരു ഉത്തരം എന്തോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആൺപിള്ളേർ കൂട്ടമുള്ളത് തന്നെയാണ് പെൺപിള്ളേർക്ക് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീൻ. രണ്ടുപേരും കൂടെ എന്തൊക്കെയോ പറഞ്ഞ് ഒരു വിധത്തിൽ ഒപ്പിച്ച് രക്ഷപ്പെട്ടു അല്ലേ. കൊള്ളാം. എനി ടൈം മണി. എൻ്റെ പൊന്നു ചേട്ടാ, ATMൻ്റെ മുമ്പിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വന്നിട്ടാണോ ഈ കളിയൊക്കെ? എന്തോ ഒരു കഷ്ടമാണ്. ഇനി ATMൻ്റെ ഫുൾ ഫോം വീട്ടിൽ പോയി പിള്ളേരോട് ചോദിച്ചിട്ട് മാത്രമേ ATMിൽ പോകാവുള്ളൂ. ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീൻ. അപ്പോൾ ഏകദേശം ഇത്രയും കെട്ടിടത്തോളം അടുത്തടുപ്പിച്ചൊക്കെ ചിലർ അതിന് മുമ്പും പറഞ്ഞു. എന്നാൽ ഈ ചേട്ടന് ഇങ്ങനെ പറഞ്ഞ് അപ്പോൾ നമ്മുടെ വക ഒരു സമ്മാനമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ആ ചേട്ടന് കൊടുത്തേക്കാം. പലരും പലർക്കും പറഞ്ഞു എനി ടൈം മണി അങ്ങനെ പറഞ്ഞു. ഞാനും അങ്ങനെ ഓർത്തുകൊണ്ടത് എനി ടൈം മണി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്കറിയാം ഓട്ടോമേറ്റഡ് ടെല്ലർ മിഷൻ എന്നാണ്. എനിക്ക് ഭയങ്കര അറിയട്ടെ, ഈ ഗൂഗിളൊക്കെ ഉള്ളതുകൊണ്ട് ഗൂഗിളിനെയൊക്കെ അടി വെച്ച് കൊടുക്കണം. ഞാനിപ്പോൾ കട്ട് ചെയ്ത് അത് നോക്കിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ അതാണ് ശരി ഉത്തരം. നമ്മളിപ്പോൾ എപ്പോഴും നമ്മൾ മലയാളികൾ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കാൻ മുമ്പിൽ തന്നെ ചാടിക്കും. ATMിൽ നിന്ന് ക്യൂ നിന്നു, മറ്റേ നോട്ട് നിരോധിച്ചപ്പോൾ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയാൻ നമ്മൾ. പക്ഷേ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളാ പോയി നിൽക്കുന്നതിൻ്റെ ഫുൾ ഫോം എന്താണ് അങ്ങനത്തെയൊക്കെ പറയുമ്പം നമ്മൾ പെട്ടെന്ന് അപ്സെറ്റായി പോകും ഇല്ലേ. അതാണ് സംഭവം. ഇനിയുണ്ട് സീൻ കോൺട്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും. ആരെയും വിടില്ല, ഒരാളെയും വിടില്ല. എല്ലാവരെയും കടിച്ചു കീറാൻ നിൽക്കുന്ന ഒരു സിംഹമായിട്ട് സീൻ കോൺട്ര ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കൂടുതൽ തമാശകൾ മനസ്സിലാക്കാൻ നമ്മുടെ ഈ കണ്ടം തുണ്ടം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും അറിയാം. ഏതായാലും അറിയാൻ മേലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ചുവപ്പ് കളറിൽ സബ്സ്ക്രൈബ് എന്ന് കാണും, അതിലമർത്തുക. അപ്പോൾ സബ്സ്ക്രൈബ് ആവും. അതിൻ്റെ ഇപ്പുറത്തൊരു മണിയടിക്കാൻ നമ്മൾ മലയാളികളെ കഴിഞ്ഞല്ലേ ഉള്ളൂ. ആ മണിയേലും ഒന്ന് അമർത്തുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരും. പുതിയ നമ്മുടെ തമാശകൾ സീൻ കോൺട്രകളും ഒക്കെ നിങ്ങളുടെ ഫോണിലേക്ക് വന്നുകൊണ്ടിരിക്കും. വീണ്ടും നിങ്ങളുടെ വിരൽ തുമ്പിലൂടെ കണ്ടം തുണ്ടം ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും.